വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അതിജീവനത്തിന്റെ വലിയൊരു കൈത്താങ്ങുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ദുരന്ത ബാധിതരുടെ കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം കരുപിടിക്കുന്നതിൽ നിർണായകമായ ഒരു ചുവടുവെപ്പായി മാറും. തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഈ ആശ്വാസകരമായ നടപടി ലോകത്തെ അറിയിച്ചത്. ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെയും സമ്പാദ്യങ്ങളെയും വീടിനെയും നഷ്ടപ്പെട്ട 555 ഗുണഭോക്താക്കൾക്കുള്ള കടബാധ്യതകളാണ് സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത്. ആകെ 1620 വായ്പകളിലായി പടർന്നു കിടക്കുന്ന 18,75,00,000-ലധികം രൂപയാണ് ഇതിനായി സർക്കാർ വകയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരിക്കും ഈ തുക ലഭ്യമാക്കുക എന്നത് ഗവൺമെന്റിന്റെ പ്രത്യേക താൽപര്യത്തെയും പ്രതിബദ്ധതയും എടുത്തു പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നതിന് പിന്നാലെ തന്നെ ബാങ്കുകളുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ദുരന്തബാധിതരെയും കേരളത്തെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്രം മനുഷ്യത്വപരമായ സമീപനമല്ല സ്വീകരിച്ചതെന്നും അത് കേരളത്തോടുള്ള ഒരു തരം പകപോക്കലാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. 2005 പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമപ്രകാരം ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ വ്യവസ്ഥയുണ്ട്. ഈ നിയമത്തിലെ 13-ാം വകുപ്പ് പ്രകാരം കടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്രത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് നൽകിയ നിവേദനത്തിലും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ കേന്ദ്രത്തിന്റെ സോളിസിറ്റർ ജനറൽ നൽകിയ മറുപടി കേരളത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ റദ്ദാക്കിയാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ഇത്തരത്തിൽ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സ്വന്തം ഉത്തരവാദിത്തമായി ഈ ബാധ്യത ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. 6 വ്യത്യസ്ത മേഖലകളിൽ ഉൾപ്പെടുന്നവരെയാണ് നിലവിൽ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദുരന്തബാധിത മേഖലയിലെ കാർഷിക വായ്പകൾ, വ്യക്തിഗത വായ്പകൾ, ചെറുകിട വ്യാപാര വായ്പകൾ തുടങ്ങിയവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ഇതിനോടകം കേരള ബാങ്ക് തങ്ങളുടെ ഭാഗത്തു നിന്ന് എഴുതിത്തള്ളിയ 93 ലക്ഷം രൂപ സർക്കാർ തിരികെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇത് ബാങ്കിംഗ് മേഖലയ്ക്ക് കൂടി ആശ്വാസകരമാകുന്ന തീരുമാനമാണ്. പട്ടിക തയ്യാറാക്കുന്നതിൽ അങ്ങേയറ്റം സുതാര്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ദുരന്തം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ ബാധ്യതയെക്കുറിച്ച് വ്യക്തമാക്കിയ കണക്കുകൾ ശേഖരിക്കാൻ മുഖ്യമന്ത്രി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നിലവിലെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അർഹരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പരാതി നൽകാനുള്ള അവസരവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇതിനായുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി തുക കൈമാറാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ തീരുമാനം കേവലം സാമ്പത്തികമായ ഒരു ഇടപെടൽ മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാണ്. ഉരുൾപൊട്ടലിൽ ജീവൻ മാത്രം ബാക്കിയായ മനുഷ്യർക്ക് ബാങ്കുകളിൽ നിന്നുള്ള ജപ്തി നോട്ടീസുകളോ കുടിശ്ശിക വിവരങ്ങളോ വലിയൊരു ഭാരമായിരുന്നു. വീടും മണ്ണും നഷ്ടപ്പെട്ടവർക്ക് ആ മണ്ണിൽ ഉണ്ടായിരിക്കുന്ന ബാധ്യതകൾ കൂടി ചുമക്കേണ്ടി വരുന്നത് ഇരട്ട പ്രഹരമായിരുന്നു. അത്തരം നോവുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാണ് 18 കോടിയിലധികം രൂപയുടെ വലിയൊരു പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത്. ലോകം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ഒന്നിൽ ഇത്ര വേഗത്തിലും സമഗ്രമായും പുനരധിവാസ പ്രവർത്തനങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഉറപ്പാക്കുന്നതിൽ കേരളം കാണിക്കുന്ന ഈ ജാഗ്രത ശ്രദ്ധേയമാണ്. ഇതിലൂടെ ഒരു ഭരണകൂടം ജനങ്ങൾക്കൊപ്പം എങ്ങനെ നിൽക്കണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കാഴ്ചവെക്കുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും നൽകിയ അടിയന്തര സഹായത്തിന് പുറമെയാണ് ഈ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സഹായ പദ്ധതി വരുന്നത്. പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വായ്പാ ബാധ്യതകളിൽ നിന്നുള്ള മുക്തി ഗുണഭോക്താക്കൾക്ക് വലിയൊരു മാനസികാശ്വാസം നൽകും. കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതകൾക്കിടയിലും ഇത്തരം വലിയ തുകകൾ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കണ്ടെത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളിലും വലിയൊരു വെല്ലുവിളിയാണ് നൽകുന്നത്. എങ്കിലും മനുഷ്യത്വം തന്നെയാണ് ഏറ്റവും വലുതെന്ന സന്ദേശമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത്. ബാങ്ക് വായ്പകൾ ഏറ്റെടുക്കുന്നതോടെ ബാങ്കുകൾക്ക് നൽകാനുള്ള തുക സർക്കാർ നേരിട്ട് നൽകുകയും തൊഴിലാളികൾക്കും കർഷകർക്കും അവരുടെ ഭാവി ജീവിതം പുതിയ രീതിയിൽ തുടങ്ങാൻ തടസ്സമില്ലാത്ത സാഹചര്യം ഒരുക്കുകയും ചെയ്യും. ജനകീയമായ ഭരണകൂടത്തിന്റെ കരുത്തുറ്റ ഇടപെടലായി വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ഈ കടമേറ്റെടുക്കൽ നടപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. സാധാരണക്കാരന്റെ കണ്ണുനീർ തുടയ്ക്കാനും അവരെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ഈ നടപടിക്ക് സാധിക്കുമെന്നത് ഉറപ്പാണ്.